വീടിൻ്റെ പുറത്തു പോയൊരു മകനാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ഹൈലൈറ്റ്. അവൻ വീട് വിട്ട് പോകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവൻ പുറത്തുപോയി ഒരു റിയലൈസേഷൻ ഉണ്ടാകുമ്പോൾ അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ വീടിൻ്റെ അകത്ത് കയറി. എന്നാൽ വേറൊരു മകനുണ്ടായിരുന്നു, മൂത്ത മകൻ. അവൻ വീടിൻ്റെ അകത്ത് ജീവിച്ചവനാണ്. അപ്പൻ പറയുന്ന അനുസരിച്ച് അപ്പൻ ദാസ്യവേല ചെയ്തവനാണ്. എന്നാൽ എൻഡിങ്ങിലെത്തിയപ്പോൾ, ക്ലൈമാക്സ് എത്തിയപ്പോൾ അവൻ വീടിൻ്റെ പുറത്താണ് നിൽക്കണം. അവൻ അകത്ത് കയറാൻ മനസ്സ് തോന്നിയില്ല. അവൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനെന്താ തെറ്റിരിക്കണേ? പറഞ്ഞു പോവും. കാര്യം ഇത്രയും നാൾ അപ്പൻ പറഞ്ഞ അനുസരിച്ച് ജീവിച്ചതല്ലേ. ഒരു കാളക്കുട്ടിയെ പോലും കൊടുത്തില്ലല്ലോ മുറിക്കാനായിട്ട്. ആ സങ്കടത്തിൽ അവൻ പറഞ്ഞാണ്. നമ്മളും ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ പറയും. എത്രയൊക്കെ സ്നേഹിച്ചിട്ടും ആ സ്നേഹമെല്ലാം തിരിച്ചറിഞ്ഞു പോകുന്ന മനുഷ്യരുടെ മുമ്പിൽ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് നീ പറഞ്ഞ ഒക്കെ അനുസരിച്ചില്ലേ, നീ പറഞ്ഞ ഒക്കെ ഞാൻ കേട്ടില്ലേ, ഒരുമിച്ചായിരുന്നില്ലേ, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് നീ ഇതൊന്നും തന്നില്ല? ഇതൊരു മൂത്ത മകൻ ചോദിച്ചപ്പോൾ അവന് തെറ്റൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? അവൻ വീടിനകത്ത് കയറിയില്ല. വീടിനകത്ത് കയറി അവനത് ചോദിക്കണമായിരുന്നു. വീടിൻ്റെ പുറത്തു നിന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ്റെ അപ്പൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തിറങ്ങി ചോദിച്ചു എന്നാണ്. ആ ബന്ധം അവന് വേണ്ട എന്ന് അവൻ തീരുമാനിച്ചു എന്നാണ്. എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീടിൻ്റെ അകത്ത് കയറി നിന്ന് നമുക്ക് ചോദിച്ചാൽ തെറ്റില്ലായിരുന്നു. വീടിൻ്റെ പുറത്ത് നിന്ന് എന്തുകൊണ്ട് ചോദിച്ചു? നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നമ്മളും പറയാറുള്ള കാര്യം ഇത് തന്നെയാണ്. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത്രയൊക്കെ നിനക്ക് വേണ്ടി രാത്രി പകലാക്കി ജീവിച്ചിട്ടുണ്ട്. പറയുന്നതിലൊന്നും തെറ്റില്ല. തീർച്ചയായിട്ടും നൽകിയ സ്നേഹത്തിൻ്റെ കണക്ക് പറയാതെ എത്ര മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും? പക്ഷെ ചോദിക്കുന്നതെന്തും അവർ ഇനിയും നിങ്ങൾക്ക് വേണമെന്ന രീതിയിൽ ചോദിക്കുക. ആ വീടിനകത്ത് നിങ്ങളും അവരും കൂടെ നിൽക്കുമ്പോൾ സംസാരിക്കുക. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് വീടിനകത്ത് നിന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ്. പിന്നീട് കുറച്ചും കൂടി സന്തോഷത്തോടെ ആ വീട് നിനക്ക് മാറും. കുറച്ചും കൂടി മനസ്സിലാക്കപ്പെടുന്നൊരിടമായി മാറും. ഒരുപക്ഷെ ഒരു കാളക്കുട്ടിയെ കിട്ടിയില്ല എന്നൊരു പരാതി മനസ്സിലാകുന്നിടത്ത് ആ കാളക്കുട്ടി മുഴുവനും അവൻ്റെ സ്വന്തമാണെന്നൊരു തിരിച്ചറിവ് അവനുണ്ടാകും. അവന് ഇഷ്ടമുള്ളപ്പോൾ ചോദിക്കാതെ ചെന്ന് അതിനെ സന്തോഷിക്കുവാനായി കണ്ടെത്താൻ ആ മകന് സാധിക്കും. എപ്പോഴും എന്തിനാണ് ഫോർമാലിറ്റി? പുറത്തു നിന്ന് ഇങ്ങനെയൊക്കെ കണക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? എന്തുകൊണ്ട് ബന്ധങ്ങളിലൊക്കെ നമ്മൾ പുറത്തിളക്കുന്നു? അകത്ത് കയറി ചെന്ന് ചോദിക്കുമ്പോൾ നിന്നെ മനസ്സിലാക്കുന്ന ആൾ തന്നെയാണ് നിൻ്റെ കൂടെ ഇത്രയും നാളും ജീവിച്ചത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.